ആറടികയാണ് മോനെ, മോഹൻലാൽ ആറടികയാണ്. ആറടി തകർത്തിട്ടുണ്ട് മോനെ, തകർത്തു. നന്നായിരുന്നു, നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനും പൃഥ്വിരാജും നന്നായിട്ട് ചെയ്തു. നല്ല മൂവിയാണ് ആക്ച്വലി. കമ്പയറിംഗ് ടു ലൂസിഫർ കൈൻഡ് ഓഫ് മിഡ് മൂവി ആണല്ലോ. സോ ഇറ്റ്സ് സം PC. സോ തേർഡ് പാർട്ടിലായിരിക്കും കുറെ കൂടെ മാസി എലമെന്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് മൂവി വാസ് റിയലി ഗ്രേറ്റ്. നൈസ് ടു വാച്ച്. ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഗഡിലായിരുന്നു. പൃഥ്വിരാജ് എന്റെ ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി കണ്ട പാട്ടൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് എക്സ്പെക്ടിങ് മോർ ഇൻ L3. മൊത്തത്തിൽ എല്ലാം അടിപൊളിയായിരുന്നു. തിയേറ്റർ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി, ടോവിനോ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. എല്ലാവരും നല്ല കാണാൻ. ലൂസിഫറിന് എത്ര ഒരു ആവറേജ് മൂവി. ലൂസിഫറിനെ കമ്പയർ ചെയ്യാതിരുന്നായിരിക്കും. ലൂസിഫർ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ 50% എത്ര അതിന്റെ വേറെ നമ്മോട്ട് തോന്നും. അയാൾ മൊത്തം ഡിഗ്രേഡ് ചെയ്തത് വെറുതെയാണ്. അത് നമ്മൾ ലൂസിഫർ സിനിമ കണ്ടിട്ട് നമുക്കത് എന്താണെന്ന് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റോറി മനസ്സിലായിട്ടില്ല. അത് ഇപ്പോൾ ഈ സെക്കൻഡ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പൊളിറ്റിക്സ് അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൻ്റെ രീതി സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിനെ ചുമ്മാ അവന്മാരെ എടുത്തിട്ട് തള്ളി മറിക്കുകയും അത് ഇതൊക്കെ ചെയ്യണത് വെറുതെയാണ്. പിന്നെ എപ്പോഴും ഒരു പടത്തിന് മാസ് കാണിക്കാൻ പറ്റില്ലല്ലോ. മാസ് കാണിക്കേണ്ടത് ഇടയ്ക്ക് കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ 3 വരുമ്പോഴത്തേക്ക് അതിന്റെ ബിൽഡപ്പ് ആയിട്ട് അത് കാണിക്കും. പിന്നെ കുറെ കിടന്ന് ആവശ്യമില്ല ഡിഗ്രേഡ് ചെയ്യണം പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയല്ലേ, കഥയിൽ ചോദ്യമില്ല. അത് തന്നെയാണ്, അതിനൊക്കെ കാണണം, സിനിമയായിട്ട് കാണുക, അതാണ് ചെയ്യേണ്ടത്. അടിപൊളി പടമല്ലേ. ഇപ്പൊ തിരക്കിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. വെറുതെ കുറെ കിടന്ന് മൂഞ്ചണം, അത് തന്നെ. ഡയറക്ഷൻ പൊളിയായിരുന്നു, നല്ലൊരു സിനിമ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു, ഡയറക്ഷൻ സൂപ്പർ ആയിരുന്നു. പടം പൂർണ്ണമായിട്ട് സംതൃപ്തി നൽകിയിട്ടില്ല. നമ്മൾ ഒരുപാട് ലൂസിഫറൊക്കെ പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന് തിരക്കഥയുടെ ഒരു അഭാവം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BGM നമ്മൾ പിടിച്ചിരുന്ന തരത്തിൽ BGM ഇല്ല. ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഒരു സിനിമയെ സംബന്ധിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള നറേഷൻ ഉണ്ട്. അത് എത്ര നല്ലപോലെ കൊള്ളുന്ന തരത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് ഇൻട്രോ സീനും നമ്മളെ ഒരു നല്ല രീതിയിലേക്ക് പിടിച്ചിരുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ പൊതുവെ പൂർണ്ണമായിട്ട് സംതൃപ്തി നൽകാൻ അത് നൽകിയിട്ട് ടെക്നിക്കൽ വൈസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ പൊതുവായിട്ട് സംതൃപ്തി നൽകുന്ന തരത്തിലേക്ക് സിനിമ മുഴുവൻ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അടിപൊളി സിനിമ, നല്ല ഫിലിമ, ഇഷ്ടമായി. നല്ല ഫിലിമ. എങ്ങനെയുണ്ട്? എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലും എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമാണ്. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. കണ്ടിരുന്നോ? ലൂസിഫർ കണ്ടിരുന്നു. രണ്ട് ടൈപ്പായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൂസിഫർ പോലെ എനിക്കിതും ഇഷ്ടപ്പെട്ടു. ഇതൊരു മലയാള സിനിമയായിട്ട് തന്നെ തോന്നിയോ കണ്ടപ്പോ? കുറച്ചും കൂടി ഒരു ഹോളിവുഡ് ആയിട്ടൊരു ടച്ചുള്ള പോലെ തോന്നി. ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെ തകർത്തോ? മഞ്ജു വാര്യർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലൂസിഫറിന് അത്രയൊന്നുമില്ല, എന്നാലും ഓക്കെയായിരുന്നു. ഭയങ്കര നൈസായിരുന്നു. കുറെ പേർക്ക് പറയും അത്ര പോരാന്ന്, പക്ഷെ ഭയങ്കര നൈസായിരുന്നു. ഒരു മലയാള സിനിമയായിട്ട് തന്നെ തോന്നിയായിരുന്നു. എങ്ങനെയുണ്ട്? പറഞ്ഞോ. കുറെ പാർട്സൊക്കെ എനിക്ക് പേഴ്സണലി ഹോളിവുഡ് ലെവൽ തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിങ്ങും എല്ലാം കഥ പൊളിസാണ്, ഒന്നും പറയല്ല. പടം പൊളിച്ച് കാണാം, എല്ലാവർക്കും കാണാം. ലാലേട്ട് ടോപ്പ് ആരെ പറയണം. പിന്നെ എല്ലാം എടുത്തേക്കണം, എല്ലാം സാധനം പൊളിസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ അഭിപ്രായം ഉണ്ടല്ലോ. ധാരാളം ഡീഗ്രേഡിങ്ങും മാസ്റ്റ് ചേർത്തിങ്ങനെ അടിയുമ്പോ അതിലൊന്നും ഒരു കാര്യമില്ല. അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, അതനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും മോഹൻലാൽ അടിപൊളി. ഞാനൊരു മോഹൻലാൽ ഫാനുമാണ്, അതുകൊണ്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വളരെ കോണ്ടംപററി റെലവൻസ് ഉള്ള പൊളിറ്റിക്സ് ആണ്. അപ്പം പൃഥ്വിരാജിന്റെ ഡയറക്ടറിൽ ഒരു തേർഡ് ഫിലിമില് വരുമ്പോ പുള്ളി ഇത്ര ഒരു ബ്രേവ് അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വളരെ പ്രശംസനീയമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഭയങ്കര നല്ല മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. ഐ ലവ്ഡ് ഇറ്റ്. കുറെ നെഗറ്റീവ് റിവ്യൂസ് ആദ്യം വന്നപ്പോ ഭയങ്കര ഡൗട്ടോടുകൂടിയാണ് വന്ന് കണ്ടത്. പക്ഷേ it was worth the hype. Mohanlal also, Lal also, and I am waiting for Lucifer 3. Very nice movie. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ടോവിനോ, മഞ്ജു വാര്യർ. ടൊവിനോ നല്ലതായിരുന്നു. ടൊവിനോക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. മഞ്ജു വാര്യർ ആസ് യൂഷ്വൽ വെരി ഗ്രേസ്ഫുൾ. മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമില്ല. പൃഥ്വിരാജൻ അങ്ങനെ പെർഫോം ചെയ്യാനൊന്നുമല്ല, പക്ഷെ ആസ് ഒരു
ഡയറക്ടർ എന്ന രീതിയിൽ ഹി വാസ് റിയലി ഗുഡ്. ഹിസ് റിയലി ഗുഡ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഹിസ് എൽത്രിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. എൽത്രിക്കായിട്ട് ഓഫ് കോഴ്സ്. അതിപ്പം ബിക്കോസ് ഇത് ഭയങ്കരമായിട്ട് നമ്മൾ പുഷ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചത്, ഒരു KGF ലെവലിലൊക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ. അപ്പൊ ഇവിടെ നിന്നും എങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിയാനായിട്ട്, ഇത് നിന്ന് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകുന്ന അറിയാനായിട്ട് ഐ എം വെരി ക്യൂരിയസ്. രാജ് പറഞ്ഞിരുന്ന എൽത്ത് എമ്പുരാൻ ഒരു ചെറിയ പടവും ഇനി എൽത്രി എന്തായാലും വലിയ പടം തന്നെ ആയിരിക്കും എന്നാണ്. ഭയങ്കര വലിയ പടമായിരിക്കും. എനിക്ക് അത് ചിന്തിക്കാൻ പോലും, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, പക്ഷെ മലയാള സിനിമയിൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് റിയലി നൈസ്. ഓൾ ദി ബെസ്റ്റ് ടു ഐ മീൻ താങ്ക് യു ടു ദി ടീം ഓഫ് എംപുരാൻ.